യുഎസിന്റെ 47ാം പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് നാളെ സ്ഥാനമേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30-നാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പുറത്ത് ചടങ്ങുകൾ നടത്തില്ല. യുഎസ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടൺ ഹാളിലാകും വേദി. സ്ഥാനാരോഹണത്തിന് ശേഷമുള്ള പരേഡും കെട്ടിടത്തിനുള്ളിലാണ് നടക്കുന്നത്. ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ലോകം കാത്തിരിക്കുന്ന ഒരു സ്ഥാനാരോഹണം തന്നെയാണ്. നമ്മൾ പറയുന്നത് പോലെ ഈ സത്യപ്രതിജ്ഞ എന്നുള്ളൊരു വാക്കല്ല അമേരിക്കയിൽ ഉപയോഗിക്കുന്നത്. ഇനാഗുറേഷൻ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. സമയം നാളെ രാത്രി 10:30-നാണെങ്കിലും ഇപ്പോഴേ തന്നെ ആഘോഷം ഇന്ത്യയിലടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം ഈയൊരു ചടങ്ങിൽ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ ഒക്കെ തന്നെ പുരോഗമിക്കുന്നത്? മറ്റു വിവരങ്ങൾ രജനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് സത്യപ്രതിജ്ഞ. ഇത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ലോകം എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ഇതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. അമേരിക്കയിലെ ജനത തന്നെ പ്രതീക്ഷിക്കുന്ന വലിയ ചില കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്കറിയാവുന്നതാണ്, ആദ്യ ദിനം തന്നെ അദ്ദേഹം അധികാരത്തിലേൽക്കുന്ന ആദ്യ ദിനം തന്നെ കുടിയേറ്റ വിഷയം വലിയൊരു ഗൗരവമേറിയ വിഷയമായി കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വളരെ കൃത്യമായി നടപ്പാക്കാനുള്ള സാധ്യതകൾ ഇന്നലെ തന്നെ വളരെ വ്യക്തമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനും അത് അനധികൃത കുടിയേറ്റക്കാരെ കൃത്യമായി ഡിപ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ഇന്നലെ ടോം ഹോമൻ പറഞ്ഞിരുന്നു. ഈ കുടിയേറ്റ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ട്രംപ് നിയോഗിച്ച ട്രംപ് ടീമിലെ പ്രതിനിധിയാണ് ടോം ഹോമൻ. അദ്ദേഹം പറഞ്ഞത് അനധികൃത കുടിയേറ്റക്കാരെ അടിയന്തരമായി രാജ്യത്തു നിന്ന് പുറത്താക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തും. അത് 21-ന് തന്നെ അതിന്റെ പരിശോധനകൾ ആരംഭിക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അത് 20-ാം തീയതി അധികാരത്തിലെത്തുന്ന ആ നിമിഷം തന്നെ നടപ്പാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ഏറെ ഗൗരവമുള്ള ജനകീയമായ ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയെ നയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയിൽ വലിയ തോതിൽ നികുതി ചുമത്തപ്പെടുന്ന അമേരിക്കൻ പൗരന്മാർക്ക് ആ നികുതികളൊന്നും തന്നെ ബാധകമല്ലാത്ത കുടിയേറ്റക്കാർക്ക് വേണ്ടി അവരുടെ വലിയ തോതിലുള്ള അധ്വാനത്തെ ചെലവഴിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. നമുക്കറിയാവുന്നതാണ്, ജോ ബൈഡൻ ഭരണകൂടം നടത്തിയിരുന്ന ചില നീക്കങ്ങൾ, അതായത് അനധികൃത കുടിയേറ്റക്കാർ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും സാമൂഹ്യ വിരുദ്ധമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ മാത്രം ഡീപ്പോർട്ടേഷൻ അല്ലെങ്കിൽ നാടുകടത്തൽ നടപടി സ്വീകരിക്കുന്ന ഒരു നീക്കമായിരുന്നു ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അനധികൃതമായി ആരൊക്കെ കുടിയേറിയിട്ടുണ്ടോ അവരുടെ രേഖകളില്ലാത്ത എല്ലാവരെയും നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുമെന്ന നിലപാട് വളരെ കൃത്യമായി ട്രംപ് പറഞ്ഞിരുന്നു. ഈ ട്രംപ് ആ പറഞ്ഞ നിലപാട് നടപ്പാക്കാൻ പോകുന്നു എന്നത് വലിയൊരു പ്രതീക്ഷയായി അമേരിക്കയുടെ ജനത കണക്കാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുപോലെ തന്നെ പല തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് അമേരിക്കയുടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വികസനത്തിനും അതുപോലെ തന്നെ അമേരിക്കയുടെ എണ്ണ ശേഖരമെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുന്നതിനും അത്തരത്തിലുള്ള നിരവധിയായ അന്താരാഷ്ട്ര ധാരണകളുടെ സാധ്യതകളും അത് അമേരിക്കയ്ക്ക് പ്രതികൂലമായും അനുകൂലമായും മാറ്റിയെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വലിയ തോതിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ട രാജ്യത്തെ മഹത്തായ രാജ്യമാക്കി മാറ്റുക എന്ന നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളും നടക്കുമെന്ന ഒരു പ്രതീക്ഷ അമേരിക്കയുടെ ജനതയ്ക്കുണ്ട്. ഇന്ത്യയും ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് ട്രംപിന്റെ സ്ഥാനാരോഹണം. ഇനിയും ഹൗദി മോഡിയും ഒപ്പം നമസ്തേ ട്രംപും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടെ കാണുന്നില്ലേ? തീർച്ചയായും ഭാരതവും ഏറെ ഭാരതത്തിന്റെ ഏറ്റവും മികച്ച സുഹൃത്താണ് ട്രംപ് എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല. അത് എടുത്തു പറയേണ്ടത് അവസാന ഘട്ടങ്ങളിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്ന സമയങ്ങളിലും അതിനുശേഷവും ട്രംപ് വളരെ കൃത്യമായ ചില നിലപാടുകൾ എടുത്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശ് വിഷയത്തിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ട്രംപിന് സാധിച്ചു. അതുപോലെ തന്നെ ഈ ഹമാസിന്റെ വിഷയത്തിൽ കൃത്യമായ ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള നിലപാടുകൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ അന്താരാഷ്ട്ര നിലപാടുകൾ വളരെ കൃത്യമായി എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഭാരതവുമായി വലിയൊരു ബന്ധം, അതായത് വളരെ വളരെ മികച്ച ബന്ധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഭാരതത്തെ ഏറെ പ്രതീക്ഷയോടെ ചേർത്ത് പിടിക്കുക എന്ന നിലപാട് ട്രംപിന്റെ പല വാക്കുകളിലും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത്തരത്തിൽ ഭാരതം നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഭാരതം നേരിടുന്ന സാംസ്കാരികമായ വിഷയങ്ങളിലെല്ലാം തന്നെ ഭാരതത്തോടൊപ്പം നിൽക്കാനുള്ള ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതാണ് ഭാരതത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യം. തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ അല്ലെങ്കിൽ നേരത്തെ രജനി പറഞ്ഞതുപോലെ അമേരിക്കയിൽ നിലനിൽക്കുന്ന വാക്കുകൾ തന്നെ കടമെടുത്താൽ ഇനോഗ്രേഷന്റെ ചടങ്ങിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി എസ് ജയശങ്കറാണ് ഭാരതത്തിൽ നിന്നും പോകുന്നുണ്ട്. സ്വാഭാവികമായും ഒരു വിദേശകാര്യമന്ത്രി ആദ്യമായി ഒരു ഉന്നത നേതാവിന്റെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിനെ തുടർന്നുള്ള സൈഡ് ലൈൻ ചർച്ചകളെല്ലാം തന്നെ സാധ്യതയുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തീർച്ചയായും ഭാരതം ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിരവധി കാര്യങ്ങളാണ്. പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാടും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നത്
വളരെ കൃത്യമായ ഒരു സൂചന നേരത്തെ തന്നെ, അതായത് പാകിസ്ഥാൻ ഭാരതത്തെ എത്ര കണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നുവോ അതിനെല്ലാം തന്നെ അതിശക്തമായി എതിർക്കാനുള്ള ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത്തരത്തിലുള്ള കർശനമായ നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഭാരതം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മാത്രമല്ല പലതരത്തിലുള്ള വ്യാവസായിക വാണിജ്യ ബന്ധങ്ങളും ശക്തമായി തുടരുന്നതിന് ഭാരതത്തിന്റെ നിരവധിയായ ആശയങ്ങൾ, അതായത് ഗ്രീൻ എനർജി പോളിസി, അതുപോലെ തന്നെ കൃത്യമാണ് തീവ്രവാദ വിരുദ്ധ നിലപാട്, ഇതിലെല്ലാം ട്രംപിന്റെ മികച്ച പിന്തുണ ലഭിക്കുമെന്ന് തന്നെയാണ് ഭാരതവും പ്രതീക്ഷിക്കുന്നത്. അതെ, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മൈസൺ ജോസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.